Shizu's Kids World, a complete kids channel. ശബ്ദം കേൾക്കാൻ സഹായിക്കുന്ന മാന്ത്രിക തരംഗങ്ങൾ. കൂട്ടുകാരെ, നമ്മൾ ഓരോ ദിവസവും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? പക്ഷികളുടെ പാട്ട്, വാഹനങ്ങളുടെ ഹോൺ, കൂട്ടുകാർ സംസാരിക്കുന്നത്, പാട്ട് കേൾക്കുന്നത്, ഇവയെല്ലാം ശബ്ദങ്ങളാണ്. എന്താണ് ഈ ശബ്ദം? ഇത് എങ്ങനെയാണ് നമ്മളുടെ ചെവിയിലെത്തുന്നത്? നമുക്ക് ശബ്ദത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് ശബ്ദം? ശബ്ദമെന്നാൽ കമ്പനം ചെയ്യുന്ന ഒരു തരം ഊർജമാണ്. നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചു വിട്ടാൽ അത് വിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ വിറയലിനെയാണ് കമ്പനം എന്ന് പറയുന്നത്. ശബ്ദമുണ്ടാകുന്നത് എപ്പോഴും ഇങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ മാത്രമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദപേടകം കമ്പനം ചെയ്യുന്നു. ഒരു ഡ്രം അടിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കമ്പനം ചെയ്യുന്നു. ഒരു വീണ വായിക്കുമ്പോൾ അതിൻ്റെ കമ്പികൾ കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ വായുവിലൂടെ തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. ശബ്ദം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതായത് വായു, വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഖരവസ്തുക്കൾ, ഉദാഹരണത്തിന് തടി അല്ലെങ്കിൽ ലോഹം എന്നിവയിലൂടെ മാത്രമേ ശബ്ദത്തിന് പോകാൻ കഴിയൂ. വായുവിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദപേടകത്തിൻ്റെ കമ്പനങ്ങൾ ചുറ്റുമുള്ള വായുവിനെ കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ ഒരു തരംഗമായി വായുവിലൂടെ മുന്നോട്ട് പോകുന്നു നമ്മുടെ ചെവിയിൽ. ഈ ശബ്ദതരംഗങ്ങൾ നമ്മുടെ ചെവിക്കുള്ളിലെത്തുമ്പോൾ നമ്മുടെ ചെവിയിലെ നേർത്ത പാടയായ കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു, കേൾക്കുന്നു. ഈ കമ്പനങ്ങൾ പിന്നീട് മസ്തിഷ്കത്തിലേക്ക് എത്തുകയും നമ്മൾ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ വായു പോലുള്ള ഒരു മാധ്യമം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന്, ബഹിരാകാശത്ത് വായുവില്ലാത്തത് കൊണ്ട് അവിടെ ശബ്ദം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്നവർ പരസ്പരം സംസാരിക്കാൻ റേഡിയോ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ശബ്ദത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഉച്ചത. ശബ്ദത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് പറയുന്നത് ഉച്ചതയാണ്. ഒരു ഡ്രം ശക്തിയായി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് ഉച്ചത കൂടുതലായിരിക്കും. സ്ഥായി. ശബ്ദം കട്ടി കൂടിയതാണോ നേർത്തതാണോ എന്ന് പറയുന്നത് സ്ഥായിയാണ്. ഒരു പാട്ടിൻ്റെ ഉയർന്ന ശബ്ദവും താഴ്ന്ന ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം. സ്ത്രീകളുടെ ശബ്ദത്തിന് സാധാരണയായി സ്ഥായി കൂടുതലായിരിക്കും. പുരുഷന്മാരുടെ ശബ്ദത്തിന് സ്ഥായി കുറവായിരിക്കും. ശബ്ദം ഒരു അത്ഭുതകരമായ ഊർജമാണ്. അത് നമ്മളുടെ ഓരോരുത്തരെയും തമ്മിൽ ബന്ധിപ്പിക്കാനും ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും സഹായിക്കുന്നു.